സിവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു BROയിൽ 796 വന്നിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ 796 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ SSC JEE നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്തവണ RRB JEE എക്സാമിന് മുന്നേ വന്നിരിക്കുന്ന ടെക്നിക്കലി ഒരു പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. അതായത് നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാംസിലേക്കുള്ള ഒരു റിഹേഴ്സൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ SSC JEE കാണാം. എന്ന് മാത്രമല്ല ഇതൊരു മികച്ച അവസരം തന്നെയാണ്. കാര്യം വേക്കൻസി നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് SSC JEEയുടെ വേക്കൻസി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് അപ്പ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് സ്പ്ലിറ്റ് അപ്പിൽ ആദ്യത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1030 വേക്കൻസിയാണ് അവർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ തന്നെയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. എല്ലാ വർഷവും എക്സാം നടക്കുന്നതാണ്. ഇതിൽ BRO അഥവാ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ 796 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നല്ലൊരു നമ്പർ ആണല്ലേ. അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. 796 പോസ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ബിഗ് നമ്പർ ആണ്. അതായത് നിങ്ങളൊരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു നമ്പർ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു നമ്പറിലേക്ക് തന്നെയാണ്. ഇവിടെ ഇലക്ട്രിക്കൽ ഉള്ളവരെയും മെക്കാനിക്കൽ ഉള്ളവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നുണ്ട്. 163 വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ അവിടെ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് 10 വേക്കൻസിയാണ് ഉള്ളത്. സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ സിവിൽ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ 90 വേക്കൻസിയാണ് അവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു നമ്പർ തന്നെയാണ്. സിവിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ എപ്പോഴും സിവിലാണ് വരാറുള്ളത്. അതേപോലെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വന്നിരിക്കുന്നത് 94 ഒഴിവുകളാണ്. ഇതൊരു നല്ല നമ്പറാണ്. ഇലക്ട്രിക്കൽ ഇത്തവണ ഇവിടെ 94 വന്നിട്ടുണ്ട്, ഇവിടെ 163 വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു നല്ല നമ്പറിലേക്ക് ഇത്തവണ ഇലക്ട്രിക്കലും വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എഗെയിൻ CPWDയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിവിലാണ് കൂടുതൽ ഒഴിവുണ്ടാവുക. ഈ സിവിൽ ഇവിടെ വന്നിരിക്കുന്നത് 210 ഒഴിവുകളാണ്. സിവിൽ ഇവിടെ 210 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷനിൽ 3 ഒഴിവുകളാണ്. ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ദെൻ സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷനിൽ ഇലക്ട്രിക്കലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വേക്കൻസി മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലേ. മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ അതേ ഡിപ്പാർട്ട്മെന്റിൽ 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ദെൻ അടുത്തത് DGQA നേവൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വന്നിട്ടുള്ളത് 3 ഒഴിവുകളാണ്. ഇതൊക്കെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലാട്ടോ. ഇതിൽ കൂടാതെ ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൂടാതെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് നമുക്ക് നെക്സ്റ്റ് ഫറക്ക ബാരേജ് പ്രൊജക്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അത് സിവിലാണ്. മെക്കാനിക്കലിലാണെങ്കിൽ 4 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ദെൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോസ്റ്റുകളാണ്. SSC ജൂനിയർ എഞ്ചിനീയറിന്റെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള 2 പോസ്റ്റുകളാണ്. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, അത് ജൂനിയർ എഞ്ചിനീയർ സിവിലും ഉണ്ട്, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ നോക്കുകയാണെങ്കിൽ 202 ഒഴിവുകളാണ് അവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് JEE ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ 136 ഒഴിവുകളും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മിലിറ്ററിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയർ ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഡിഫൻസ് അക്കാഡമിയിലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ആർമിയിൽ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. ഇതിൽ ഏറ്റവും എന്താ പറയുക പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ 2 പോസ്റ്റുകൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു മേജർ പോർഷൻ വന്നിരിക്കുന്നത് സിവിൽ ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ അത്യാവശ്യം നല്ല നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സിവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു BROയിൽ 796 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇവിടെ നമ്മൾ അടുത്ത സിവിലിൽ 90 ഒഴിവുകൾ വന്നിട്ടുണ്ട് അല്ലെ. മറ്റൊരു വേക്കൻസിയിൽ 90 ഒഴിവ് വന്നിട്ടുണ്ട്. ദെൻ CPWDയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ 210 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ദെൻ ചെറിയ ചെറിയ പോസ്റ്റുകളാണ്, അതിലേക്ക് പോകുന്നില്ല. പിന്നെ സിവിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ 202 എന്നുവെച്ചാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇവിടെ ഒരു 800 കൂട്ടാം. 800ഉം 300 1100-ലധികം ഒഴിവുകൾ. ഈ 1700-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1100 ഒഴിവുകളും വരുന്നത് എവിടെ തന്നെയാണ്, സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. സോ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം SSC ജൂനിയർ എഞ്ചിനീയർ ഏറ്റവും മികച്ച അവസരമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. കാര്യം ഒരു പക്ഷേ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ അതേ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഭിക്കുന്നത്. മെക്കാനിക്കലിലും ഇലക്ട്രിക്കലിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും സിവിലിന്റെ അത്ര വേക്കൻസി ഒന്നും വന്നിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ചില പോസ്റ്റുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SSC JE എന്ന് പറയുന്നത് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ SSC JE പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ട ഒരു ബ്രാഞ്ചാണ് അല്ലെങ്കിൽ മറ്റൊരു സെക്ഷനാണ് RRB JE എന്ന് പറയുന്നത് അല്ലേ. RRB JE എന്ന് പറയുന്നതിന്റെ കലണ്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബറിനുള്ളിൽ എന്തായാലും വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ RRB JEയും SSC JEയും ഇത്തവണ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും ബിഗർ ആയിട്ടുള്ള 2 ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതിലുള്ള വേക്കൻസി അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഇപ്പൊ നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എൻട്രിയിലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ട് റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. 30-ലധികം ഉദ്യോഗാർത്ഥികളാണ് RRB JEയിൽ എൻട്രിയിൽ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഒരുപാട് റിസൾട്ടുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത തവണ ആ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്താൻ എത്രയും പെട്ടെന്ന് എൻട്രിയിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.